പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. നോക്കാം, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അതിൽ കുറച്ച് ഐറ്റംസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റ് അതർ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഓക്കെ, ഫേം ഹാസ് 2 പാർട്ട്നേഴ്സ് ആൻഡ് ഇറ്റ് ഫുൾഫിൽസ് ദ കണ്ടീഷൻ ഓഫ് 184 എന്ന് പറയുന്നുണ്ട്. 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 184ലാണ് നമ്മൾ അസസ്മെൻറ്റ് നടത്തേണ്ടത്. ഇനി നോക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം നോക്കാം. ഒന്ന് എക്സ്പെൻസസ് നമുക്കറിയാം, എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. സാലറി ടു ക്ലർക്ക് നമുക്ക് അലോ ചെയ്യാം. സാലറി ടു പാർട്ട്നേഴ്സിനെ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ആണ് നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുന്നത്. സാലറി ടു ക്ലർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അലോ ചെയ്യാം. ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് നമുക്കറിയാം 12%. 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ 12% അലോ ചെയ്യാം. അത് അതർ ഇൻഫർമേഷനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. 12% അലോ ചെയ്യാം. ബാക്കി 12%നേക്കാൾ കൂടുതൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് ചെയ്യാം, ആഡ് ബാക്ക് ചെയ്യാം. ഇനി 185 ആയിരുന്നെങ്കിൽ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് മൊത്തം എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യും, ആഡ് ബാക്ക് ചെയ്യും. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് നമുക്ക് അലോ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസ് ആണ്. തിരിച്ച് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ സാലറി ടു പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ബോണസ് ടു പാർട്ട്നേഴ്സ്, അതായത് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. കുറച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ബാക്ക് ചെയ്യുക. ദെൻ ഡൊണേഷൻ 15,000. ഡൊണേഷൻ എന്ന് പറഞ്ഞത് എന്താണ്, 80Gയിൽ വരുന്നതാണ്. എന്താണ് നമ്മുടെ ഡിഡക്ഷനിൽ വരുന്നതാണ് ഡൊണേഷൻ എന്ന് പറയുന്നത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടതല്ല. അപ്പോൾ അത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അത് എന്ത് ചെയ്യുക, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഡിപ്രീസിയേഷൻ നോർമലി നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നോക്കി, അതായത് ക്രെഡിറ്റ് സൈഡിൽ നോക്കുക, കൺസൾട്ടൻസി ചാർജസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരേണ്ട ഐറ്റമാണ്. സ്പെഷ്യൽ കമ്മീഷൻ ഫീ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരേണ്ട ഐറ്റമാണ്. സൺട്രി റെസിപ്റ്റ് അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരേണ്ട ഐറ്റമാണ്. നെറ്റ് ലോസ് ആണ് തന്നിട്ടുള്ളത്, പ്രോഫിറ്റ് അല്ല, നെറ്റ് ലോസ് ആണ്. ഇനി നോക്കി, 184 സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് പറയുന്നത് അതർ ഇൻഫർമേഷൻ നോക്കി. ഔട്ട് ഓഫ് എക്സ്പെൻസ് 1,20,000 ഈസ് നോട്ട് ജെന്യൂൻ. എക്സ്പെൻസ് നമുക്ക് സാധാരണയായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം, കുറക്കാൻ പറ്റുന്ന ഐറ്റമാണ്. 2,00,000 രൂപ കുറച്ചിട്ടുണ്ട്. ആ 2,00,000-ൽ 1,20,000 രൂപ നമുക്ക് കുറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ജെന്യൂൻ അല്ലാത്ത എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ ജെന്യൂൻ അല്ലാത്ത എക്സ്പെൻസ് നമ്മൾ 2,00,000-ൽ കുറച്ചു. 2,00,000-ൽ ഓൾറെഡി ഈ 1,20,000 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യാം, കുറച്ചത് കൊണ്ട് തിരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ആഡ് ബാക്ക് ചെയ്യണം. നെറ്റ് ലോസിൻ്റെ കൂടെ 1,20,000 നമുക്ക് കുറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കുറക്കാൻ പറ്റാത്ത എക്സ്പെൻസ് ആയിരുന്നു. ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പെൻസ് അല്ല, പക്ഷെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രീസിയേഷൻ അലൗവബിൾ ഈസ് 30,000. നോക്കാം, ഡിപ്രീസിയേഷൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെയല്ല. ഡിപ്രീസിയേഷൻ നോക്കാം, ഡിപ്രീസിയേഷൻ 75,000 ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ നമുക്ക് അലൗവബിൾ ആയിട്ടുള്ളത് 30,000 മാത്രമാണ്. 30,000 കുറക്കാൻ പാടുള്ളൂ. എത്ര കുറച്ചു ഇവിടെ, 75,000 കുറച്ചു. ഡിപ്രീസിയേഷൻ 30,000 ആണ് അലൗവബിൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ. 30,000 നമുക്ക് കുറക്കാമായിരുന്നു, പക്ഷെ ഇവിടെ എത്ര കുറച്ചു, 75,000 കുറച്ചു. 75,000 ഡെബിറ്റ് ചെയ്തു. ഡിപ്രീസിയേഷൻ നോർമലി ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ഇവിടെ പറയുന്നത് 30,000 നമുക്ക് അലൗവബിൾ ആയിട്ട് കുറക്കാൻ പറ്റുന്ന ഡിപ്രീസിയേഷൻ 30,000 ഉള്ളൂ, പക്ഷെ എത്ര കുറച്ചു, 75,000 രൂപ കുറച്ചു. അപ്പോൾ ബാക്കി, അതായത് 75,000 30,000 മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റൂ. ബാക്കി 45,000 രൂപ, 75,000 മൈനസ് 30,000, 45,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. കാരണം ആ 75,000 രൂപ ഇവിടെ കുറച്ച് കാണിച്ചു. 30,000 വരാൻ പാടുള്ളൂ, ബാക്കി 45,000 കൂടി ഇതിൽ ഇൻക്ലൂഡായി. ആ 45,000 രൂപ തിരിച്ച് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. കുറക്കേണ്ടതല്ല, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന് വ്യത്യാസമുണ്ട്. എന്താണ് ഇവിടെ ഡിപ്രീസിയേഷൻ നമുക്ക് കുറക്കാൻ പറ്റുന്ന 30,000 ഉള്ളൂ, പക്ഷേ 75,000 എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി 45,000 തിരിച്ച് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ടു പാർട്ട്നേഴ്സ് 20%. അതായത് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ തന്ന 60,000 എന്ന് പറഞ്ഞത് 20% ആണ്. 20% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 20% കൊടുത്തിട്ടുണ്ട്. 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, 12% വരെ നമുക്ക് കുറക്കാം. ഈ 60,000 എന്ന് പറഞ്ഞത് 20%ആണ്. 60,000 എന്ന് പറഞ്ഞാൽ 20% കുറച്ചിട്ടുള്ളത്. എത്രയേ കുറക്കാൻ പറ്റൂ, 12% കുറക്കാൻ
കുറക്കാൻ പറ്റൂ. ബാക്കി 8% തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് 12% മാത്രമേ 184-ൽ കുറക്കാൻ പറ്റൂ. അപ്പോൾ 20% കുറച്ചിട്ടുള്ളത്. 60,000 രൂപ എന്ന് പറയുന്നത് 20%. 20% നമുക്ക് കുറക്കാൻ പറ്റില്ല. 12% പറ്റുള്ളൂ. ബാക്കി 8% തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഇനി ഇത് 185 ആയിരുന്നെങ്കിൽ മൊത്തം 60,000 നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? ആഡ് ബാക്ക് ചെയ്യേണ്ടി വന്നേനെ. 185 ആയിരുന്നെങ്കിൽ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു പാർട്ട്നേഴ്സ് എല്ലാം എമൗണ്ട് ഡെബിറ്റ് ചെയ്തതിന് മൊത്തം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. കാരണം 185-ൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് നമുക്ക് എന്തില്ല? ഡിഡക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ 12% നമുക്ക് അലോ ചെയ്യാം. അപ്പോൾ ബാക്കി 20%-മാണ് 60,000 രൂപ എന്ന് പറഞ്ഞത്. 20% കുറച്ചിട്ടുണ്ട്. അപ്പോൾ 8%, 12% കഴിച്ച് 8% നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതായി. സാലറി ടു ക്ലർക്ക് ഈസ് അൺറീസണബിൾ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 30,000. നമ്മൾ പറഞ്ഞില്ല ആദ്യം, സാലറി ടു ക്ലർക്ക് നോർമലി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. 90,000 കുറച്ചിട്ടുണ്ട്. ആ 90,000-ൽ 30,000 അൺറീസണബിൾ ആണ്, കുറക്കാൻ പറ്റില്ലാത്ത അല്ലെങ്കിൽ കുറക്കാൻ പാടില്ലാത്തതാണ് 30,000. പക്ഷേ കുറച്ചിട്ടുണ്ട്. അൺറീസണബിൾ ആണ്. സാലറി ടു ക്ലർക്ക് 90,000 രൂപയിൽ 30,000 രൂപ അൺറീസണബിൾ ആണ്, നമുക്ക് കുറക്കാൻ പാടില്ലാത്ത എക്സ്പെൻസ് ആണ്. പക്ഷേ 90,000-ൽ കുറച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഫേം ആൻഡ് ടാക്സ് ലയബിലിറ്റി കൂടി പറയുന്നുണ്ട്. ടാക്സ് ലയബിലിറ്റി ഹെഡിങ് കൊടുക്കുക, ആദ്യം എഴുതാൻ നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം നെറ്റ് ലോസ് ആണ്. നെറ്റ് ലോസ് ആണ് എത്രയാണ്? 3,10,000 ആണ് നെറ്റ് ലോസ്. മൈനസ് ഇട്ടിട്ടാണ് കാണിക്കുന്നത്. 3,10,000. ഇതിന്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യാം? ആഡ് നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റവും എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതിൽ ഒന്നാമത്തെ പറയുന്നത് എന്താണ്? എക്സ്പെൻസിൽ എത്ര എക്സ്പെൻസ്? 2 ലക്ഷം കുറച്ചതിൽ 1,20,000 നോട്ട് ജെന്യുവൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത് എക്സ്പെൻസ് എത്രയാണ്? ഈ 1,20,000 ആണ് ആഡ് ചെയ്യുന്നത്. 1,20,000. ദെൻ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ. എക്സസ് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ 30,000 കുറക്കാൻ പാടുള്ളൂ, പക്ഷെ 25,000 കുറച്ചു. അപ്പോൾ എക്സസ് ഡിപ്രീസിയേഷൻ. എക്സസ് ഡിപ്രീസിയേഷൻ എത്രയാണ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 75,000 മൈനസ് 30,000. 30,000 കുറക്കാൻ പറ്റും, പക്ഷെ 75,000 കുറച്ചു. ബാക്കി 45,000 തിരിച്ചും വേണം. അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യണം 45,000. ഓക്കെ, ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ടു പാർട്ട്നേഴ്സ് 20% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഞാൻ ചെറുതാക്കി ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കേസ് നമുക്കറിയാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ് ഡെബിറ്റ് ചെയ്തത്? 60,000. ഈ 60,000 എന്ന് പറയുന്നത് 20% ആണല്ലേ. നമുക്ക് 12% എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ 20% ഡെബിറ്റ് ചെയ്തു. 12% ഡെബിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി 8% ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ 60,000 ഈ എമൗണ്ട് ഇൻറ്റു 8 എത്രയാണോ ആഡ് ബാക്ക് ചെയ്യേണ്ടതാണ് മോൾ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 100. 8% എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 100 അല്ല എടുക്കേണ്ടത്. എത്രയാണോ ഈ 60,000 എന്ന് പറയുന്നത് 20% ആ ഡിവൈഡഡ് ആണ്, അല്ലെങ്കിൽ ആ എമൗണ്ട് ആണ് നമ്മൾ ഡിവൈഡഡ് ബൈ ആയിട്ട് എടുക്കേണ്ടത്. 20% 60,000 എന്ന് പറയുന്നത് 20%. ആ 20 ആണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ 60,000 ഇൻറ്റു 8/20. 8 എന്ന് പറഞ്ഞാൽ തിരിച്ച് 12 കഴിച്ച് ബാക്കി 20-ൽ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടതാണ്. 12% അലോ ചെയ്യാം. 20% ചെയ്തിട്ടുണ്ട്. ബാക്കി 8% ആഡ് ബാക്ക് ചെയ്യണം. 8% എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 100 അല്ല വരുന്നത്. എന്താണ് ഇതിൻ്റെ ടോട്ടൽ എത്രയാണോ മൊത്തം ഇവിടെ എന്താ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് വരുന്നത്. എത്ര വരും? 24,000 വരും. ഓക്കെ, നെക്സ്റ്റ് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. നമുക്കറിയാം മൊത്തം എമൗണ്ട് നമ്മൾ എടുക്കണം. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എത്രയാണ്? 3,80,000. ഇത് എല്ലാ കേസിലും നമ്മൾ എടുക്കുന്നതാണ് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. ഇനി അടുത്തെന്താണ്? ഡൊണേഷൻ. നമുക്ക് കുറക്കാൻ പാടില്ലാത്തതാണ് ഡൊണേഷൻ. എത്ര? 15,000. നെക്സ്റ്റ് അടുത്തെന്താണ്? സാലറി ടു ക്ലർക്ക്. സാലറി ടു
ക്ലർക്ക്. സാലറി ടു ക്ലർക്ക് 90,000 കുറച്ചിട്ടുണ്ട്. അതിൽ 30,000 കുറക്കാൻ പാടില്ല. കാരണം ആ 30,000 ആണ് തിരിച്ചു ചെയ്യുന്നത് ആഡ് ബാക്ക് ചെയ്യുന്നത്. കഴിഞ്ഞില്ലേ? 3 ആയിട്ടേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പം എന്ത് ചെയ്യാം, ഇത് ടോട്ടലൈസ് എന്ത് ചെയ്യുക, ഔട്ടർ കോളേജിലോട്ട് ചെയ്യാം. ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 6,14,000 കിട്ടും. എന്ത് ചെയ്യാം, ഈ 6,14,000 14,000 നിന്ന് 3,10,000 കുറക്കാം. ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നെറ്റ് ലോസ് ആണ് 3,10,000. 6,14,000 ആണ് നമുക്ക് എന്താണ് തിരിച്ച് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടി ഇത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. -3,10,000 പ്ലസ് 6,14,000 ചെയ്തതിന് നമുക്ക് കിട്ടുന്നത് 3,04,000. 3,04,000 ആണ് ബുക്ക് പ്രോഫിറ്റ്. 3,04,000 ആണ് ബുക്ക് പ്രോഫിറ്റ്. ബുക്ക് പ്രോഫിറ്റ് നമുക്ക് കുറക്കാം. Remuneration to working partners under section 40 subsection B. Remuneration to working partners under section 40 subsection B കുറക്കാൻ സെക്ഷൻ നമുക്ക് remuneration കണ്ടുപിടിക്കാം. Remuneration വർക്കിങ്ങോട്ടാണ്. Remuneration കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കത് ഇവിടെ എന്താണ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ് 3,00,000 കൂടുതലാണ്. ആ കാര്യം ഓർക്കുക, 3,00,000 കൂടുതലാണ്. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1,50,000 ഓർ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. അപ്പോൾ 1,50,000 ഓർ 90% ഓഫ് ആദ്യത്തെ കാറ്റഗറി 3,00,000 കൂടുതലാവുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് 3,00,000 വരെ നമ്മൾ ആദ്യം കൊടുക്കും. അതിനുശേഷം ബാക്കി ബാലൻസ് ആവശ്യമാണ്. അപ്പോൾ 3,00,000 വരെ നമ്മൾ 90%. 90% ഓഫ് 3 lakh. ബുക്ക് പ്രോഫിറ്റ് 3 lakh വരെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ ബാക്കി ബാലൻസിൻ്റെ 60% ആഡ് ചെയ്യും. അപ്പോൾ 3,00,000 90% എന്ന് 2,70,000. എന്ത് ചെയ്യുക, സാധാരണ ചെയ്യുന്ന പോലെ വിച്ച് ഹയർ എടുക്കും. 2,70,000 ആണ് ഹയർ വരുന്നത്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഇനി ബാലൻസ് ഉണ്ട്. ബാലൻസ് എത്രയാണ്? 3,04,000 ആണ് നമുക്ക് എന്താണ് ബുക്ക് പ്രോഫിറ്റ് ഉള്ളത്. എത്ര എടുത്തു നമ്മൾ? 3,00,000 എടുത്തു. 3,04,000 നമുക്ക് ബുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ 3,00,000 വരെ നമ്മൾ കണ്ടു. ഇനി ബാക്കി എത്രയുണ്ട്? ഈ 4,000 രൂപയുണ്ട്. ഈ 4,000-ന് 60% ആണ് നമ്മൾ കാണുന്നത്. 4,000-ന് 60% ആണ് നമ്മൾ കാണുന്നത്. എത്ര വരും? 2,400 വരും. ഇത് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 2,72,400 കിട്ടും. 2,72,400 മനസ്സിലായോ? ആദ്യം 1,50,000 ഓർ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. ഇത് 3,00,000 കൂടുന്ന കേസിലാണ് ഈ ബാലൻസിൻ്റെ കേസ് വരുന്നത്. 3,00,000 വരെയാണ് ഇത് രണ്ടും കമ്പയർ ചെയ്യുക, ഹയർ എടുക്കുക. എന്നിട്ട് ആക്ച്വൽ റെമ്യൂണറേഷൻ കമ്പയർ ചെയ്യുക, വിച്ചവർ സ്ലോ എടുക്കുക. ഇവിടെ 3,00,000 കൂടുതലുണ്ട്. അപ്പോൾ 3,00,000 വരെ ആദ്യം എടുക്കുക. അപ്പോൾ 1,50,000 ഓർ 90% ഓഫ് 3,00,000. അപ്പോൾ എന്താണ് 2,70,000 ആണ് ഹയസ്റ്റ് വരിക. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ബാലൻസിന് 60% കാണണം. ബാലൻസ് 60% ആണ്. ഇത് രണ്ടും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ 2,72,400 കിട്ടും. ഇനി ഇതും എന്ത് കമ്പയർ ചെയ്യുക? ആക്ച്വൽ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ്. ആക്ച്വൽ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡീഡ് പ്രകാരം കൊടുത്തിട്ടുള്ളത് 3,80,000. 3,80,000. വിച്ച് എവർ ഈസ് ലോവർ. ഏതാണ് കുറവ്? 2,72,400 ആണ് കുറവ്. 2,72,400 ആണ് കുറഞ്ഞ എമൗണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആക്ച്വൽ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് എന്ന് പറയുന്നത് 3,80,000 ആണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിട്ടുള്ള എമൗണ്ട്. അതും ഇത് രണ്ടും കമ്പയർ ചെയ്യുക. അതായത് എന്താണ് 90% ഓഫ് പ്രോഫിറ്റ് പ്ലസ് ബാലൻസിന് 60% കണ്ട എമൗണ്ടും ആക്ച്വൽ റെമ്യൂണറേഷനും കമ്പയർ ചെയ്യുക. വിച്ച് എവർ ഈസ് ലോവർ. അത് 2,72,400 അതാണ് നമ്മളിവിടെ കുറക്കേണ്ടത്. 2,72,400. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്ന എത്രയാണ്? 31,600. ടോട്ടൽ ഇൻകം ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 31,600 ആണ്. ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 31,600. ഇനി ഇത്ര നമ്മൾ ഓൾറെഡി ടോട്ടൽ ഇൻകം കാണാൻ പഠിച്ചതാണ് അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം അല്ലേ? ടാക്സ് ലയബിലിറ്റി. അപ്പോൾ അടുത്ത ഹെഡിങ് കൊടുക്കുക, ടാക്സ് ലയബിലിറ്റി. അങ്ങനെ ജസ്റ്റ് വായിച്ചിട്ടുണ്ട്. ടാക്സ് ലയബിലിറ്റി. ടാക്സ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഫേമിൻ്റെ ടാക്സ് റേറ്റ് വരുന്നത് വളരെ സിമ്പിളാണ്. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്
30% ആണ്. ടാക്സ് റേറ്റ് 30% പ്ലസ് 4% HEC, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ് നമ്മുടെ ടാക്സ് വരുന്നത്. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ ആദ്യം എത്ര കാണാം? 30% കാണാം. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 31,600 ആണ് ടോട്ടൽ ഇൻകം. അപ്പോൾ ടാക്സ് 31,600ൻ്റെ മുകളിൽ എത്ര? 30% കാണും. 31,600ൻ്റെ മുകളിൽ 30% കണ്ടാൽ കിട്ടുന്നത് 9,470 ആണ്. ഓക്കെ, ടാക്സ് ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ 30% ടാക്സ് ആണ്. അപ്പോൾ 9,470 കിട്ടും. ഇനി 9,470ൻ്റെ മുകളിൽ 4% HEC, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ്. അത് 9,470 കിട്ടിയ എമൗണ്ടിൻ്റെ മുകളിൽ 4%. 4% എന്ന് പറയുമ്പോൾ 379.2. ഇത് രണ്ടും ആഡ് ചെയ്യുന്നതാണ് എന്താണ് ഫേമിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 9,859.2. 9,860 റൗണ്ട് ചെയ്തെങ്കിൽ 9,860. അപ്പോൾ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ടാക്സ് കാണാം. കണ്ട എമൗണ്ടിൻ്റെ മുകളിൽ 4% HEC കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫേമിൻ്റെ ടാക്സ് എന്ന് പറയുന്നത്. ഇതല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു രീതിയിൽ ചെയ്യാം. അതെന്ന് പറയുന്നത് ഈ ഇപ്പം ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ നമുക്ക് 31.2% കണ്ടാൽ മതി. അത് കണ്ടു നോക്കി, നമുക്ക് 31,600ൻ്റെ മുകളിൽ 31.2% കണ്ടാൽ നമുക്ക് ഇതേ എമൗണ്ട് കിട്ടും, 9,859 കിട്ടും. അപ്പോൾ ഇത് വേണമെങ്കിൽ റൗണ്ട് ചെയ്താൽ മതി, റൗണ്ട് ചെയ്യണം നിർബന്ധമില്ല. ഇനി എമൗണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. നമ്മൾ നിയറസ്റ്റിലോട്ട് എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റ് 31.2% ചെയ്യാം. അത് ഈ 30 + 4% എന്നുള്ളതല്ല, 30% കണ്ടതിൻ്റെ മുകളിൽ 4%ആണ് കണ്ടത്. അങ്ങനെയാണ്. അതായത് 30ൻ്റെ 4% കണ്ട് 30ൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് 31.2% എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ 30% കാണാം, ടോട്ടൽ ഇൻകത്തിന് 30% കാണാം, കണ്ട് കിട്ടുന്ന എമൗണ്ടിൻ്റെ മുകളിൽ 4% കണ്ടിട്ട് അത് രണ്ടും ആഡ് ചെയ്യുക. അല്ലെങ്കിൽ 31.2% ഡയറക്റ്റായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ടാക്സ് കിട്ടും. ഈ ഒരു രീതിയിലാണ് ഫേമിൻ്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.